യേശുവിനെ ആ സമിതത്തിലായിക്കൊണ്ട് സകലവിധ പ്രതാപങ്ങളോടും കൂടി വിശുദ്ധൻ ജനമധ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ മനസ്സുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് വിശുദ്ധനെ കാഴ്ചവെക്കുന്ന പ്രൗഢഗംഭീരമായ വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളില് നിങ്ങൾ ഏവരും സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വെടിക്കെട്ടിന്റെ ടൈം ആകുമ്പോഴേ വെടിക്കെട്ടിന് ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ, ആ സ്ഥലത്തിൽ മേലെ കയറിയിട്ട് നിൽക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവും. ശ്രദ്ധിക്കുക, വെടിക്കെട്ട് ക്രമീകരണം നടക്കുന്നതുകൊണ്ട് ഭക്തജനങ്ങൾ ബാരിക്കേഡിന് പുറകിലേക്ക് മാറി നിൽക്കേണ്ടതാണ്. വെടിക്കെട്ട് ക്രമീകരണങ്ങൾ നടക്കുന്നതുകൊണ്ട് ഭക്തജനങ്ങൾ ബാരിക്കേഡിന് മാളൂനിടെ ഫസ്റ്റ് പെരുന്നാൾ കാണാൻ വന്ന സീനാണിത്. മാളൂന്റെ എക്സ്പീരിയൻസിലേ നമ്മള് പാവറിന്റെ പെരുന്നാൾ ആദ്യമായിട്ട് വരണത് എന്തെങ്കിലും കാണാന്ന് വെച്ചിട്ടാ വന്നത്. തൃശ്ശൂർ പൂരത്തിന് പ്രാവശ്യം പോകാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഇത് കാണാന്ന് വെച്ചപ്പോ ഈ നടത്തം തന്നെയുള്ളോ, വെടിക്കെട്ടില്ല, ഒന്നും കാണാനില്ല. നടത്തം മാത്രമേ ഉണ്ടായുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാല് ഓവറായിട്ടുള്ള ഒരു എന്തായിരുന്നു മുൻകരുതലാ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെടിക്കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ആ പടി വരെ നമുക്ക് പോയി നിൽക്കാൻ പോകാൻ പറ്റുള്ളൂ. ഇപ്രാവശ്യം ഒക്കെ ഓരോ ഇത് വെച്ച് കൊടുക്കവര്. അപ്പൊ ഈ ഓവറായിട്ടുള്ള നിയന്ത്രണം നമുക്ക് അവിടെ പൊട്ടുണ്ട്. അത് ചെറുത് വലുത് കാണാൻ പറ്റില്ല, ചെറുത് അവിടെ ഇവിടെയൊക്കെ പൊട്ടുണ്ട്. ഇതൊരു പ്രതീക്ഷയായിരുന്നു. ഭയങ്കര ഇതിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ പെരുന്നാളിനെ കുറിച്ച്. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോയി. പാവട്ടി പെരുന്നാളിന്റെ വെടിക്കെട്ട് കാണാൻ വന്നിട്ട് മൂഞ്ചി പോയ ഒരു അവസ്ഥയായി പോയില്ലേ. നമ്മള് എന്താ പറയാ, നമ്മള് വെടിക്കെട്ടൊക്കെ കാണാൻ വേണ്ടിട്ട്. പക്ഷെ എന്താ വെച്ചാലേ വെടിക്കെട്ട് കാണാൻ സൗകര്യം ഒരുക്കണായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് കാണാനുള്ള ഒരു സൗകര്യം ഇല്ലല്ലോ. നമ്മള് എവിടെ നിന്നത് വെടിക്കെട്ട് കാണുക, ട്രാഫിക് ഒക്കെ ഉണ്ടാവും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, അപ്പൊ ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് തോന്നും. ട്രാഫിക് ഉണ്ട്, അതൊക്കെ സാധാരണ. അവരുടെ സ്കൂളിന്റെ അവിടെ നിൽക്കുന്നവരുണ്ട് കേട്ടോ, കുറച്ച് ആൾക്കാര് സെന്റ് ജോസഫിന്റെ അവിടെ വന്നിട്ട് തെറ്റായ ധാരണയ്ക്കാണ് കാണല് വളരെ കുറവായിരിക്കും. നമ്മളിപ്പോ വന്നപ്പോ ഇവിടെ നിന്ന് കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ. നടന്നോ എന്നെ നോക്കണ്ട. ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റില്ല, റോഡിലാ. എന്നെ നോക്കണ്ട, നടന്നു. ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചു. ബാൻഡ് സെറ്റ് കാര്യങ്ങളെ ബാൻഡ് സെറ്റ് കാണാറുണ്ട്, ബാൻഡ് സെറ്റ് വരാറുണ്ട്. നമ്മള് പ്രതീക്ഷ പോലെ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല. അത്രയധികം ക്രൗഡ് ഉണ്ട്. എന്താന്ന് ഇത്രയധികം ക്രൗഡ് ഉണ്ട്. പക്ഷെ ഇവരെ ഉൾക്കൊള്ളിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് സ്ഥലമില്ല, ഇപ്പോഴും ആൾക്കാർ വന്നോണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ജോഷിയേട്ടനെ ഇതിന്റെ ഇടയിൽ കണ്ടാണ്. അപ്പൊ അതാണ് നമ്മളിതിന്റെ ഇടയില് ഒന്ന് സ്ലോ ആയതല്ല, നമ്മളിന്ന് വീഡിയോ ഒന്ന് കട്ടായത്. പക്ഷെ നമ്മുടെ കച്ചവടക്കാരൊക്കെ നല്ല ഐസ്ക്രീം സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നല്ല സെറ്റപ്പ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് വെടിക്കെട്ട് മാത്രം നമുക്ക് മിസ്സായി പോയി. ഇനി നിന്ന് കഴിഞ്ഞാണ്ട് പെരുന്നാളിന്റെ വിശേഷങ്ങൾ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയ ചെയ്യാം അല്ലെ. അപ്പോ നമുക്ക് നമ്മളെന്താ പറയാ, നമ്മള് വണ്ടി വെച്ച സ്ഥലത്തേക്ക് നമുക്ക് തിരിച്ചു പോവാം. അതാണ് എന്തായാലും വണ്ടി വെക്കാൻ സൗകര്യം കിട്ടി, പക്ഷെ നിന്ന് കാണാനുള്ള സൗകര്യം ഞങ്ങൾക്ക് ഒന്നാണ് കിട്ടിയില്ല. വണ്ടി വെച്ചോടത്തേക്ക് നമുക്ക് തിരിച്ചു പോണ യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാവറട്ടി പള്ളിയിലെ 149ാമത് മാധ്യസ്ഥ തിരുനാളിന്റെ വെടിക്കെട്ട് കാണാൻ നിൽക്കാതെയുള്ള നമ്മുടെ യാത്രയാണ്. അപ്പോ അത് ഫലം നഷ്ടമായിപ്പോയി, ശരിയായില്ല. വിചാരിച്ച പോലെ നടന്നില്ല. തൊഴിലാളി
വിശുദ്ധ യോസേഫ് പിതാവിന്റെ സമീപത്തില് വിചാരിച്ച പോലെ നടക്കാൻ വേറൊന്നല്ല. ഒരു നല്ല ട്രാഫിക് ഉണ്ടേ. ട്രാഫിക് അല്ല, നിറച്ച ആൾക്കാര് കാണാൻ വരുന്നുണ്ട്. പക്ഷെ വെടിക്കെട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് മാത്രം അറിയാത്തുള്ളൂ. അല്ല, ഈ ആൾക്കാർ വന്നിട്ട് കാര്യമില്ല. എന്താ പ്രത്യേകിച്ച് നമ്മുടെ കച്ചവടക്കാരാണ് കേട്ടോ. നല്ല പോയാ മതി. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായി കച്ചവടക്കാരാണ് സൂപ്പർ. ഈ കച്ചവടക്കാരും ഇവർക്കൊക്കെ പ്രതീക്ഷ ഇത്രയധികം ആൾക്കാർ വന്ന് അത്രയധികം കച്ചവടം നടക്കുന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ ഈ വെടിക്കെട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഈ ആൾക്കാരൊക്കെ മടങ്ങി പോകും. അതന്നെ വെടിക്കെട്ടിന്റെ സൗണ്ട് മാത്രം കേൾക്കാനല്ല, അതിന്റെ ആ വർണ്ണശബലമായ ആ ഒരു കാഴ്ചയുള്ള അതീവ സുന്ദരമായ ആ ദൃശ്യം അത് ക്യാമറയിലൂടെ പകർത്തിയെടുക്കുന്നത് പോലെയല്ല, അത് നമ്മൾ നേരിട്ട് കാണുന്നതും ഒരു പ്രത്യേക അനുഭൂതിയാണ്. പ്രത്യേക രസം ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. പക്ഷെ അതിട്ട കാരണം കൊണ്ടാണ് അവിടെ നിൽക്കണവരൊക്കെ പറയണ്ടായിരുന്നു ശരിക്കും കാണാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ അവര് പറയണ്ടായിരുന്നു. അതിലേറെ പോലീസുകാർ അവരുടെ പണി കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങളെ കടത്തിവിടാതെയും നിയന്ത്രിച്ചും ആളുകൾക്ക് കർശനമായ നിർദ്ദേശം നൽകി. പക്ഷെ നമുക്ക് അതിന്റെ കൂടെ ഈ വെടിക്കെട്ട് ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു രീതി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. സെറ്റായിരുന്നു. ഇതിനിപ്പോ ആരുടെ മിസ്റ്റേക്ക് ആണെന്ന് നമുക്കറിയില്ല, ആരാണ് ഈ മണ്ടത്തരം കാണിച്ചതെന്ന് നമുക്കറിയില്ല. ആൾക്കാരുടെ സുരക്ഷയാണ് ശരിയാണ്, പക്ഷെ ആളുകൾക്ക് കാണാവുന്ന രീതിയിലാണെങ്കിലേ കുറച്ചുകൂടി ആളുകൾ അവിടെ തന്നെ നല്ല ട്രാഫിക് ഇതുണ്ട് പോലീസുകാരുടെ. അത് ഇപ്പൊ വരുന്ന വണ്ടികളെ അവിടേക്ക് പള്ളിയുടെ അതിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ റഷ് കൂടുള്ളൂ. കണ്ടാ അങ്ങോട്ട് തിരിച്ചു നോക്കിയേ, വരുന്ന വണ്ടികളെ അങ്ങോട്ട് കടത്തി വിടാണ്ട് നോക്കിയാൽ കാര്യങ്ങൾ നടക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ്. അതൊക്കെ സ്വാഭാവികമായ ഗതാഗത നിയന്ത്രണങ്ങളാണ്. ഈ ചേട്ടന്മാരെന്താ ഞാൻ ഇടയിൽ കുത്തി കയറി വരുന്നവരാ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും ബൈക്കുകാരുടെ ഒരു പ്രത്യേകതയല്ലേ. ആ ബൈക്കുകാരെ പ്രത്യേകത മാത്രമല്ല, അത് തോന്നിവാസം കൂടി പറയാം. അതിന്റെ പോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടി ബൈക്ക് ഓടിക്കുന്ന കാരണമാണ്. ട്രാഫിക് എന്ന് പറയാൻ പറ്റില്ല എന്നല്ല, ഇത് മനഃപൂർവ്വമായി സൃഷ്ടിച്ച ട്രാഫിക്. അത് അല്ല ഇതിപ്പോ എന്നിട്ട് അയാളോട് ചൂടാവുക KL09S3466 ചേട്ടൻ എന്താ കാര്യം? അതന്നെ, ഇതിലൊന്നും ചൂടായിട്ട് കാര്യമില്ല. എന്താ അവിടേക്ക് പാവർത്തിയിലേക്കുള്ള തിരക്ക്. ഇതിലിപ്പോ പെരുന്നാള് കാണുന്നവരുണ്ട്, നമ്മുടെ ഗുരുവായൂർ ഏരിയയിലേക്ക് പോണവരുണ്ട്. ഗുരുവായൂർ മാത്രല്ല ചാവക്കാട് ഏരിയയിലേക്ക് പോണവരുണ്ട്. അതന്നെ അതന്നെ നോക്കി നല്ല രസം കേട്ടോ കാണാൻ. ഈ പാങ്ങ് ഏകദേശം ആലിക്കോളത്തിന്റെ അല്ല കൈരളി, നമ്മുടെ കൈരളിയിൽ അവിടെ നിന്നിട്ട് അലങ്കാരങ്ങളുണ്ട് കേട്ടോ. നല്ല രീതിയിൽ റോഡിൽ അലങ്കാരങ്ങളുണ്ട്. അപ്പൊ കാണുമ്പോ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നമ്മൾ ഈ മാലകുളപ്പൊക്കെ ഇട്ടതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോ രാത്രി പോകുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബൈക്ക് സീൻ തന്നെയാണ്. അപ്പൊ അതൊക്കെ ആസ്വദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസം തന്നെയാണ്. നമ്മള് മെല്ലെ തന്നെയല്ലേ പോകുള്ളൂ. അപ്പൊ വേണ്ട വീണ്ടും പെരുന്നാളായിട്ട് എന്തെങ്കിലും അലങ്കാരങ്ങളെല്ലാം കാണാം. അലങ്കാരങ്ങൾ പാവട്ടെ പള്ളിയിലെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക്. അതൊന്നും പറ്റിയില്ല. നാളെയും കൂടെ ഉള്ളു അല്ലേ? അത് നാളെ വന്നിട്ട് നാളെ വേറെ വീഡിയോ ചെയ്യാം. ഇപ്പൊ കാറ് ആണ് ഏറ്റവും. അതിന് മുന്നേ ഒരു കാറുണ്ട്. ഈ ഒരു വഴിക്ക് നമുക്ക് പോവാം, പക്ഷെ ഇത്രയും നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് കാണില്ല. ഇത്രയും നല്ല കുറെ ഇടവഴികളൊക്കെ ഉണ്ട് നമുക്ക് പോവാനായിട്ട്. ഊടുവഴികൾ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ആ ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ് ഉള്ള റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു ഫീലും ഈ ഊടുവഴി കൂടെ ലൈറ്റ് ഇല്ലാത്ത റോഡിൽ കൂടെ പോകുമ്പോൾ ഇവിടെയൊക്കെ വരുന്ന നിറച്ച് ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തിരിച്ചു വിടണതായിരിക്കും കേട്ടാ. എളുപ്പവഴിക്ക് വിടണതായിരിക്കും. ഇതെന്താ വെച്ച് കഴിഞ്ഞാലേ ചിലവര് പെരുന്നാൾ ആഘോഷിക്കാൻ ബന്ധുമിത്രാദികൾ എത്തിണ്ടാവില്ല, ലേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ഇന്നിപ്പോ ശനിയാഴ്ചയാണ്, ചിലവർക്ക് ജോലി ഉണ്ടാവും. അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇപ്പൊ ചാവക്കാട് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് ഊടുവഴി കൂടെ ഒക്കെ കയറി വരണ്ടാവും. എന്താ വെച്ചാൽ അവർക്ക് അവരുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിലേക്ക് വരണം. പെരുന്നാളാണ്, ഒന്ന് നല്ല ഫുഡ് കഴിക്കണം, രണ്ടെണ്ണം അടിക്കണം, അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. എല്ലാരും കൂടി ഇരുന്ന് വട്ടൊക്കെ രണ്ടെണ്ണം അടിച്ച് ഫുഡൊക്കെ കഴിച്ച് പോവാന്ന് പറഞ്ഞ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിന്റെ കൂടെ ഇവിടെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം അല്ലേ. അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം.
അപ്പൊ വീണ്ടും പുതിയ നമ്മള് ഏകദേശം നമ്മുടെ പാങ്ങെത്തി. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. വരാം. ഓക്കെ, ബൈ. ബൈ.